ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്നൊരു യാത്രാ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു. ഹലോ, ഈ യാത്രയും വഞ്ചിനാട് എക്സ്പ്രസ്സിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മൾ മുളന്തുരുത്തിക്കാണ് പോകുന്നത്. നമുക്ക് പോകുന്ന വഞ്ചിനാട് എക്സ്പ്രസ് ആണ് ഈ റിവേഴ്സ് എടുത്ത് വന്നത്. ഇപ്പോൾ ലോക്കോ പിടിപ്പിക്കാൻ വേണ്ടി പോകുന്ന കാണാം. ഇതുവരെയായിട്ടും നമ്മുടെ ലോക്കോ പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ സമയം വൈകിട്ട് 4:30 കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് പിടിപ്പിക്കുന്നത്. വൈകിട്ട് 5:30-ക്കാണ് 5:45-നാണ് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ലോക്കോ ഭോഗ്യമായിട്ട് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പം 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നേക്കുന്നത്. സാധാരണ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ വഞ്ചിനാട് എക്സ്പ്രസ് വരാറുള്ളത്. നമുക്ക് നോക്കിയാൽ വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ ലോക്കോ പിടിപ്പിക്കുന്നതാണ്. ഈ വഞ്ചിനാട് എക്സ്പ്രസ്സിന് ഉള്ളത് ഡീസൽ എഞ്ചിനാണ്. നമുക്ക് കാണാം, ഇവിടെ ലോക്കോ പിടിപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് കിടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരാൻ പോകുന്നൊരു ട്രെയിനാണ്. അപ്പോൾ ഇത് കൃത്യസമയത്തിൽ ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് പോകേണ്ട ഗുരുവായൂർ വണ്ടി കുറച്ച് വൈകിയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇതൊരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ചിലർക്ക് തോന്നും ഞാൻ എന്താണ് ഈ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ തന്നെ വീഡിയോ ചെയ്യുന്നതെന്ന്. കാരണം എനിക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞിരമിറ്റമാണ്. പക്ഷേ ഈ തിരുവനന്തപുരത്തു നിന്നുള്ള വണ്ടികളൊന്നും കാഞ്ഞിരമിറ്റത്ത് നിർത്തില്ല. പിന്നെ ഉള്ളത് മുളന്തുരുത്തിയാണ്. മുളന്തുരുത്തിയിൽ നിർത്തുന്ന തിരുവനന്തപുരം വണ്ടി ആകെ വഞ്ചിനാട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ കയറുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലോക്കോ ഷെഡ് കാണാം. ഈ ലോക്കോ മെയിൻ്റനൻസും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ലോക്കോ ഷെഡിലാണ്. അപ്പോൾ അവിടെ ലോക്കോ ഷെഡിൽ 2 അകത്ത് ലോക്കോ കിടപ്പുണ്ട്. ഒരു ലോക്കോ ഇതാ പുറത്തും കിടപ്പുണ്ട്. പിന്നെ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ പോകുന്ന കാര്യം, നമുക്ക് മുളന്തുരുത്തിയിൽ ഒന്ന് കയറുകയും അവിടെ ഇറങ്ങുകയും ചെയ്യേണ്ടവർക്ക് ഈ ഒരു തീവണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും വഞ്ചിനാട് എക്സ്പ്രസ് യാത്ര ചെയ്യുന്നത്. പിന്നെ തിരുവനന്തപുരത്തു നിന്ന് മുളന്തുരുത്തി വരെ ഈ വഞ്ചിനാട് എക്സ്പ്രസ്സിന് 80 രൂപയാണ് ചാർജ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും ഈ വീഡിയോയിൽ ഒന്നും കൂടി പറയാം. കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണ് ഈ വഞ്ചിനാട് എക്സ്പ്രസ്സിനുള്ളത്. അപ്പോൾ ഇത് വഞ്ചിനാട് എക്സ്പ്രസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് മുളന്തുരുത്തി വരെയാണ് യാത്രയെങ്കിലും വീഡിയോയിൽ മിക്കവാറും കൊല്ലം വരെയുള്ള വീഡിയോ കാണുകയുള്ളൂ. കാരണം ഓൾറെഡി മുളന്തുരുത്തിയിൽ നിന്ന് കൊല്ലം വരെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൊല്ലം വരെ വീഡിയോ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞൊരു നമ്മുടെ ട്രെയിൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് വേണം അതിന് ഇനി സ്റ്റാർട്ട് ആകാനായിട്ട്. അപ്പോൾ അത് ഏതാണ് ട്രെയിനെന്ന് അറിയില്ല.
നമ്മുടെ ട്രെയിൻ ഇതാ കൊച്ചുവേലി സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുവേലി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ തന്നെയാണ്. ഈ കൊച്ചുവേലിയിൽ നിന്ന് കുറേ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലും ദീർഘദൂര ട്രെയിനുകളാണ് കൊച്ചുവേലിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കൊച്ചുവേലി സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊച്ചുവേലി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കവിടെ നെയിം ബോർഡൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. അത് കൊച്ചുവേലിയിൽ നിന്ന് ഗോരഖ്പൂർ പോകുന്ന ട്രെയിനാണ്. പറഞ്ഞല്ലോ, കൂടുതലും ദീർഘദൂര സർവീസുകളാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് കൊച്ചുവേലിയിൽ നമ്മുടെ ഈ വഞ്ചിനാട് എക്സ്പ്രസ്സിന് സ്റ്റോപ്പില്ല. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കഴക്കൂട്ടത്താണ്. അപ്പം കൊച്ചുവേലി നമുക്കൊന്ന് കണ്ടിരിക്കാൻ വേണ്ടി കാണിച്ചതാണ്. നമ്മളങ്ങനെ വർക്കല സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് കഴക്കൂട്ടം, ചിറയൻകീഴ് അങ്ങനെ 2-3 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഷൂട്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും കാണാത്തതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തു, പക്ഷെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ഏതൊരു ദീർഘദൂര ട്രെയിനാണ് ആ കിടക്കുന്നത്. എന്തോ സ്പെഷ്യലാണ് അത്. ഞാൻ പേര് നോക്കിയിട്ട് കൃത്യമായിട്ട് കിട്ടിയില്ല. ഈ വർക്കല സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രധാന സ്റ്റേഷൻ തന്നെയാണ്. കാരണം ശിവഗിരിക്ക് പോകേണ്ടവരൊക്കെ വരുന്നത് ഈ സ്റ്റേഷനിലാണ്. നമുക്ക് ഇപ്പോൾ കൊല്ലത്തിന് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പായ പരവൂർ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറവൂരാണ് കൊല്ലത്തിന് മുമ്പുള്ള സ്റ്റേഷൻ. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ പരവൂർ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കൊല്ലം ജംഗ്ഷനാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൊല്ലം ജംഗ്ഷൻ വരെ ഇപ്പോൾ വീഡിയോ ഉണ്ടാവുകയുള്ളൂ. നമ്മളിതാ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, ഒരു വഞ്ചിനാട് എക്സ്പ്രസ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഞാൻ ഈ വഞ്ചിനാട് എക്സ്പ്രസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കും. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ യാത്ര ഇനിയിപ്പോൾ വീഡിയോയിലൊന്നും ക്ലിയർ ആകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കൊല്ലം വരെ നമ്മുടെയൊക്കെ ഈ വീഡിയോ ഉണ്ടാകുകയാണ്.
നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് ഇതാ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 7 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് വൈകി 7:05 ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ 5:45 തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. അപ്പോൾ അത് മുളന്തുരുത്തിയിലെത്താനായിട്ട് രാത്രി 9:50 ആകും. ഇപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇതിനെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നതെന്ന്. പിന്നെ ഇതിന് കൊല്ലത്തെ ഈ റെയിൽവേ സ്റ്റേഷന് ഉള്ള പ്രത്യേകതയെല്ലാം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. നമ്മുടെ ട്രെയിൻ ഇതാ കൊല്ലത്ത് നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ അകമൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആലപ്പുഴ വഴി ഓടുന്നൊരു ട്രെയിനാണ് ഇന്ന് വഞ്ചിനാട് എക്സ്പ്രസ് ആയിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. കാരണം ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് വെളിച്ചമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവിടെ മുളന്തുരുത്തി ചെന്നിട്ടാണെങ്കിലും വെളിച്ചം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവുന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഓക്കെ, ബൈ.